ശമ്പള പരിഷ്കരണം. അടുത്ത ശമ്പള പരിഷ്കരണ പരിപാടി അതതിൻ്റെ കമ്മീഷനെ, ശമ്പള പരിഷ്കരണ കമ്മീഷനെ എന്തുകൊണ്ട് നിയമിക്കുന്നില്ല എന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. അങ്ങനെയാണ് ഇന്ന് പത്ര റിപ്പോർട്ടുകൾ കണ്ടത്. സാധാരണ കേരളത്തിൽ ഒരുപാട് കമ്മീഷനുകളെ നിയമിക്കാറുണ്ട്. കമ്മീഷൻ റിപ്പോർട്ടുകളൊന്നും പ്രകാശം കാണാറില്ല, അതിനോടൊന്നും നീതി പുലർത്താറില്ല. വലിയ ചെലവുകൾ വരുത്തിക്കൊണ്ടാണ് ഓരോ കമ്മീഷനെയും അപ്പോയിൻ്റ് ചെയ്യുന്നത്. കമ്മീഷൻ്റെ കാലാവധി പിന്നെയും നീട്ടിക്കൊടുക്കും. കമ്മീഷന് ചിലപ്പോൾ അതിൻ്റെ ശമ്പളം, അതായത് ഓണറേറിയം വർദ്ധിപ്പിച്ചു കൊടുക്കും. അങ്ങനെ വലിയ ചെലവുകളൊക്കെ വരുത്തി കമ്മീഷനുകളെ പല കമ്മീഷനുകൾ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു കമ്മീഷൻ റിപ്പോർട്ടും പുറത്തു വരാറില്ല. അപ്പോൾ പിന്നെ ഈ കമ്മീഷനുകളെയൊക്കെ എന്തിന് നിർത്തിക്കളഞ്ഞുകൂടാ എന്നൊരു ചോദ്യം സാധാരണക്കാർ ചോദിക്കാറുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അതല്ല ശമ്പള കമ്മീഷൻ്റെ രീതി. ശമ്പള കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ശമ്പള പരിഷ്കരണം നടത്തിയിരിക്കും. കാരണം ശമ്പളം പരിഷ്കരണത്തിൻ്റെ ഗുണഭോക്താക്കളാണ് അതിൻ്റെ പുറകിലുള്ള സമ്മർദ്ദ ഗ്രൂപ്പ്. ആ സമ്മർദ്ദ ഗ്രൂപ്പിൻ്റെ താല്പര്യത്തിനനുസരിച്ചാണ് ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും മുന്നോട്ട് പോകാറുള്ളത്. ഇനി ഒരു പക്ഷം, മൂന്നാമതൊരു പക്ഷം ഉണ്ടാകുമെങ്കിൽ, BJP പക്ഷം ഉണ്ടാകുമെങ്കിൽ ആ പക്ഷവും അതേ ആറ്റിറ്റ്യൂഡ് തന്നെ ആയിരിക്കാം സ്വീകരിക്കുക. കാരണം ഭരണത്തിലേറണമെങ്കിൽ ഈ ശമ്പള ഗുണഭോക്താക്കളുടെ, അതായത് ഗവൺമെൻറ് ജീവനക്കാർ, എയ്ഡഡ് സെക്ടർ ജീവനക്കാർ, പെൻഷനുകാർ, ഇവരുടെയൊക്കെ സഹകരണമുണ്ടെങ്കിലേ, വോട്ടുണ്ടെങ്കിലേ ഭരണത്തിലേറാൻ പറ്റൂ എന്ന ധാരണ ഭരണത്തിലിരിക്കുന്ന കക്ഷിക്കും പ്രതിപക്ഷ കക്ഷിക്കും എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഈ ശമ്പള കമ്മീഷൻ മാത്രം അപ്പോയിൻ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ കമ്മീഷൻ സമർപ്പിക്കുന്ന റിപ്പോർട്ടിനനുസരിച്ച് ശമ്പള പരിഷ്കരണം നടത്തിയിരിക്കും. അതാണ് കേരളത്തിലെ സാധാരണ രീതി. അപ്പം ഇവിടെ ഇപ്പോൾ ശമ്പള പരിഷ്കരണം നടത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ഒരു സ്ഥിതി? ഫിസ്ക്കൽ ക്രൈസിസ് അങ്ങേയറ്റം രൂക്ഷമായിരിക്കുകയാണ്. അതായത് ധനപ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നു. കടമെടുക്കാതെ ശമ്പളമോ അതുപോലെ മറ്റു കുടിശ്ശികകളോ കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ. 5-6 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തന്നെ കൊടുക്കാതിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ കിടക്കുന്ന ഒരവസ്ഥ, കുടിശ്ശികയായിട്ട് കിടക്കുന്ന അവസ്ഥ. അത്തരം ഒരവസ്ഥയിലാണ്, അതായത് കഴിഞ്ഞ ശമ്പള പരിഷ്കരണം 2020-21 നടത്തിയ ശമ്പള പരിഷ്കരണം, ആ ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശികകൾ ഇനിയും കൊടുത്തു തീർക്കാനുണ്ട്. ആ ശമ്പള പരിഷ്കരണത്തിന് ശേഷം വന്ന ക്ഷാമബദ്ധകൾ, കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചതും സംസ്ഥാന ഗവൺമെൻറ് അംഗീകരിച്ച് പ്രഖ്യാപിച്ചതുമൊക്കെയായ ക്ഷാമബദ്ധകൾ, അതുപോലെ തന്നെ പെൻഷൻകാർക്ക് കൊടുക്കേണ്ട ബദ്ധകൾ എല്ലാം തന്നെ ഇപ്പോഴും കുടിശ്ശികയായിട്ട് കിടക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അടുത്ത ശമ്പള പരിഷ്കരണത്തെ പറ്റി അതായത് ബന്ധപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ഈ ശമ്പള പരിഷ്കരണത്തിൻ്റെ ഗുണഭോക്താക്കൾ, ആ ഗുണഭോക്താക്കളിൽ ഒരാളാണ് ഞാനും എന്ന കാര്യം ഞാൻ മറക്കുന്നില്ല. ഗുണഭോക്താക്കൾ അടുത്ത ശമ്പള പരിഷ്കരണത്തെ പറ്റി ആലോചിക്കുന്നത്. അങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്വെയറിംഗ് ഇൻ സെറിമണി കഴിഞ്ഞ് നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തിൽ അങ്ങ് ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഓരോ പ്രമോഷനും എഫിഷ്യൻസി, പെർഫോമൻസ് അനുസരിച്ചായിരിക്കും പ്രൊമോഷൻ എന്ന്. അതായത് പെർഫോമൻസ് അനുസരിച്ചായിരിക്കും പ്രൊമോഷൻ എന്ന് വെച്ചാൽ എഫിഷ്യൻസിക്ക് മാർക്ക് ഇട്ടുകൊണ്ട് ആ എഫിഷ്യൻസിയുടെ ബേസിസിലായിരിക്കും പ്രൊമോഷൻ എന്നാണ് പറയുന്നത്. ഇതാ നമുക്ക് 2019 ഇന്ത്യയിൽ നിന്ന് നോബൽ പ്രൈസ്, സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് നേടിയ 3 പേരിൽ പ്രഥമ ഗണനീയനായിരുന്നു അഭിജിത്ത് ബാനർജി ഫ്രം ബംഗാൾ. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ഇത്, ഗുഡ് എക്കണോമിക്സ് ഫോർ ഹാർഡ് ടൈംസ്. ഗുഡ് എക്കണോമിക്സ് ഫോർ ഹാർഡ് ടൈംസ് എന്ന അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ഞാൻ ഈ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്ന ബുക്ക്, ഗുഡ് എക്കണോമിക്സ് ഫോർ ഹാർഡ് ടൈംസ്. ഇനി അതുപോലെ തന്നെ വേറെ ഒരു ബുക്കും കൂടെ ഒന്നല്ല, അദ്ദേഹത്തിൻ്റെ 2-3 ബുക്കുകൾ എൻ്റെ കയ്യിലുണ്ട്.
ഇന്ത്യൻ ഇക്കോണമിക്ക് മാത്രം വേണ്ടി അദ്ദേഹം എഴുതിയ ഒരെണ്ണമുണ്ട്, വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ. അതും കൂടി ഞാൻ പൊക്കി കാണിക്കാൻ എടുത്തുകൊണ്ട് വന്നിട്ടില്ല, പക്ഷെ അതും എൻ്റെ കയ്യിലുണ്ട്. വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ, അതായത് 2019 ഇലക്ഷന് തൊട്ട് തലേന്ന്, ലോകസഭാ ഇലക്ഷന് തൊട്ടടുത്ത സമയത്താണ് അദ്ദേഹം ആ ബുക്ക് പബ്ലിഷ് ചെയ്തത്. ആ ബുക്കിലും ഈ ബുക്കിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ എന്താണ്? എഫിഷ്യൻസി ബേസ്ഡ് ആയിരിക്കണം ഇൻക്രിമെൻ്റ് ഫിക്സ് ചെയ്യുന്നത്. അതായത് ശമ്പള പരിഷ്കരണം എന്ന് പറഞ്ഞ് ഓരോ സമയത്തും എല്ലാ അണ്ടനും അടകോടനും ശമ്പളം പരിഷ്കരിച്ച് കൊടുക്കുകയല്ല വേണ്ടത്. എഫിഷ്യൻസിക്കനുസരിച്ച് ഇൻക്രിമെൻ്റ് കൊടുക്കുക, പ്രമോഷൻ കൊടുക്കുക. ഉന്നത പദവികളിലേക്ക് ചവിട്ടി കയറിപ്പോകുന്നവരൊക്കെ മിടുക്കരായിരിക്കണം. അപ്പോൾ കേരളത്തിൻ്റെ ഗവൺമെൻറ് സർവീസ് ഒന്ന് കണക്കിലെടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, PSC വഴി കടന്നു വന്നവരെല്ലാം മിടുക്കരാണ്. ആ മിടുക്കും മികവും തെളിയിച്ചാണ് PSC വഴി ഗവൺമെൻറ് സർവീസിലേക്ക് അവരെത്തിപ്പെടുന്നത്. പക്ഷേ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരിക്കൽ PSC കഴിഞ്ഞ് സർവീസിൽ കയറി കഴിഞ്ഞാൽ പിന്നീട് അവർ പഠിച്ച് പിന്നെ അവർ പഠിച്ച് ചിലരൊക്കെ വളരെ മിടുക്കരായിട്ട് തന്നെ പഠിച്ച് സാങ്കേതിക മികവ് പിന്നെ അക്വയർ ചെയ്ത് മുൻപോട്ട് പോകും. വേറെ ചിലരൊക്കെ ആണെങ്കിൽ അതായത് വളരെ അനാസ്ഥയോടുകൂടി സ്വന്തം മുൻപിൽ വരുന്ന ഫയൽ എന്തിൻ്റെ ഫയലാണ് എന്ന് പോലും കണക്കാക്കാതെ സൈൻ ചെയ്യേണ്ടടുത്ത് സൈൻ ചെയ്യുക, അതിൽ കറക്ഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ ആ കറക്ഷൻസ് വരുത്തുക, ഇതൊക്കെ ചെയ്യുന്ന പിന്നെ യന്ത്രപ്പാവകളായിട്ട് മാറുന്നു. അപ്പോൾ ഈ യന്ത്രപ്പാവകളായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ എഫിഷ്യൻസി പുറത്തെടുക്കാത്തത്. എഫിഷ്യൻസി തെളിയിച്ച് PSC വഴി വന്നവർ ആ എഫിഷ്യൻസി പുറത്തെടുക്കാത്തത് എന്തുകൊണ്ടാണ്? അതവിടെ ആവശ്യപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അതേസമയത്ത് അഭിജിത്ത് ബാനർജി പറയുന്നത് പോലെ പിന്നെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും ഒക്കെ, അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ടൈംസ് സ്ക്വയറിൽ ലോക കേരള സഭ നടത്താൻ പോയി. അദ്ദേഹം അവിടെ വെച്ച് കണ്ടെത്തിയ പ്രവാസികളോട് ചോദിച്ചാൽ മതി. ഇപ്പോൾ അദ്ദേഹം പ്രവാസികളോട് ചോദിച്ചാൽ മതി. അമേരിക്കയിലൊക്കെ വളരെ പ്രധാനപ്പെട്ട കമ്പനികളാകട്ടെ ഗവൺമെൻറ് ആകട്ടെ എങ്ങനെയാണ് പിന്നെ ഈ എഫിഷ്യൻസിയെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന്. അവിടെ എഫിഷ്യൻസിയുടെ പേരിൽ മാത്രമാണ് ഏത് തരത്തിലുള്ള ഇൻക്രിമെൻറ്റും പ്രൊമോഷനും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ടോട്ടൽ സിസ്റ്റം, ഒരു കമ്പനിയാണെങ്കിൽ ആ കമ്പനിയുടെ എല്ലാ കേഡറിലും ഉള്ളവർ, ഒരു ഗവൺമെൻറ് ആണെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ സമസ്ത മേഖലകളിലും പ്രവർത്തിക്കുന്നവർ കാര്യക്ഷമതയോടെ വർക്ക് ചെയ്യും. അങ്ങനെ കാര്യക്ഷമതയോടെ വർക്ക് ചെയ്യുമ്പോഴാണ് ആ ഇക്കോണമി പിന്നെ എന്താണ് പറയുക, വികസനത്തിലേക്ക് കുതിക്കുന്നത്. ആ കമ്പനി വളർച്ചയിലേക്കും വലിയ വൻകിട ലാഭത്തിലേക്കും എത്തിപ്പെടുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ തരത്തിൽ ഇന്ത്യൻ ഇക്കോണമിയെ ഇപ്പോഴത്തെ ദുര്യോഗത്തിൽ നിന്ന് കരകയറ്റാനാണ് അഭിജിത്ത് ബാനർജി തൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ റിക്വസ്റ്റ് അനുസരിക്കാതിരിക്കുകയോ ചെയ്യുക. പക്ഷേ എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2016 അദ്ദേഹം മുഖ്യമന്ത്രി പദം സ്വീകരിക്കുമ്പോൾ അഭിജിത്ത് ബാനർജി നൊബേൽ പ്രൈസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ എന്താണ് ആഹ്വാനങ്ങളൊന്നും നമ്മുടെ മുൻപിലുമില്ല. പക്ഷെ അന്ന് തന്നെ ആ ആഹ്വാനങ്ങളൊന്നും കൂടാതെ തന്നെ സ്വമേധയാ മുഖ്യമന്ത്രി പറഞ്ഞതാണ് എഫിഷ്യൻസിയെ പ്രൊമോട്ട് ചെയ്യുമെന്ന്. അപ്പോൾ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ളവർ താണു തന്നെ കിടക്കണം, എഫിഷ്യൻ്റ് ആയിട്ടുള്ളവർ മുകളിലോട്ട് പോകും, അവർക്ക് ഇൻക്രിമെൻറ്റ് കിട്ടുന്നു. അപ്പോൾ അവിടെ ശമ്പള പരിഷ്കരണമല്ല വേണ്ടത്, എഫിഷ്യൻസിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ഉയർന്ന ശമ്പളം കൊടുക്കലാണ് വേണ്ടത്, നടപ്പാക്കേണ്ടത്. അതല്ലാതെ എല്ലാവർക്കും ശമ്പള പരിഷ്കരണത്തിലൂടെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഓഫീസിൽ ചെന്നിട്ട്, പണ്ട് പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്, ഓഫീസിൽ ചെന്നിട്ട് വേണം ഒന്ന് വിശ്രമിക്കാനെന്ന് ഒരു ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ പറയുന്ന ഉദ്യോഗസ്ഥകളും ധാരാളം പേര് കാണും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദുരന്തം ആണ് നമ്മുടെ സെക്രട്ടേറിയറ്റിലും അതുപോലെ നമ്മുടെ എല്ലാ അതായത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റും ഗവൺമെൻറ് തന്നെയാണ്. ആ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണെങ്കിലും ഇത് തന്നെയാണ് നടമാടുന്നത്. എഫിഷ്യൻസിക്ക് മാർക്കിടണം, എഫിഷ്യൻസിക്ക് മാർക്കിടുകയും അതിൻ്റെ പേരിൽ ഇൻക്രിമെൻറ്റ് കൊടുക്കുകയും ചെയ്യണം, അതിൻ്റെ പേരിൽ പ്രൊമോഷൻ കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ദ ടോട്ടൽ സിസ്റ്റം മാറും, എഫിഷ്യൻ്റായിട്ട് മാറും. അതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ ശമ്പള പരിഷ്കരണത്തെ പറ്റിയുള്ള മുറവിളി കേട്ടു തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഇതിനെപ്പറ്റിയൊക്കെ വളരെ വിമർശനാത്മകമായി കാണുന്ന ഒരു അഡ്വക്കേറ്റ് കോലഞ്ചേരിയിൽ നിന്ന് ജോർജ് കുരുവിള, എന്നെ പലരും വിളിക്കാറുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ ജോർജ് കുരുവിള പറയുമായിരുന്നു,
എന്തിനാ നിങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുന്നത്? പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലല്ലോ. ഇതാ ഇപ്പോൾ വീണ്ടും ശമ്പള പരിഷ്കരണം വരാൻ പോവുകയാണ്. കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക കൊടുത്തു തീർത്തിട്ടില്ല. പാവപ്പെട്ടവർക്ക് ഒരു പെൻഷൻ കൊടുക്കുന്നില്ല. മെഡിക്കൽ കോളേജ് ഇതാ വെറുതെ കിടക്കുന്നു. അവിടെ യാതൊരു തരത്തിലുള്ള ശസ്ത്രക്രിയയോ ഒന്നും നടക്കുന്നില്ല. മെഡിക്കൽ കോളേജ് എന്നുള്ള ലേബിൾ മാത്രം വെച്ചിട്ട് മെഡിക്കൽ കോളേജ് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു. അങ്ങനെ ഒരു 100 കാര്യങ്ങൾ പറഞ്ഞാണ് ജോർജ് കുരുവിള എന്നെ ശകാരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ ശകാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് യാതൊരു സ്വാധീനവും ഭരണത്തിലോ അല്ലെങ്കിൽ അങ്ങനെ യാതൊന്നിലും ഇല്ല, പിന്നെ എന്തിനാണ് എന്നോട് താങ്കൾ ഇതൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ, മാഡം നിങ്ങളൊക്കെ ഒന്ന് പറയുക, ഈ ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കൽ ആക്കുകയോ അല്ലെങ്കിൽ ഈ രീതി മാറ്റുകയോ ഒക്കെ ചെയ്യാൻ ഒന്ന് ആവശ്യപ്പെടുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സമക്ഷം ആ റിക്വസ്റ്റ്, ജോർജ് കുരുവിളയുടെ റിക്വസ്റ്റ് എൻ്റെ അഭിപ്രായങ്ങളോട് ചേർത്ത് സമർപ്പിക്കുകയാണ്. കാരണം ഇപ്പോൾ, അതായത് കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക പോലും കൊടുത്തു തീർക്കാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ശമ്പള പരിഷ്കരണം നടത്തുന്നത് ഉചിതമല്ല എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി തീരെ മോശമാണ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ എഫിഷ്യൻസി തീരെ മോശമാണ് എന്ന് തന്നെയാണ് അവസാനത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAGയുടെ റിപ്പോർട്ട് 2023 CAG മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ട് നമ്പർ 3 റവന്യൂ സെക്ടറിനെ പറ്റിയുള്ള റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ് താങ്കൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വായിച്ചിട്ടുണ്ടാകും, അദ്ദേഹത്തിൻ്റെ ഓഫീസേഴ്സ് അത് വായിച്ച് പറഞ്ഞിട്ടുണ്ടാകും, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അതിൽ പറയുന്നത് എന്താണെന്നറിയാമോ? 2022-23 വർഷം, ആ 22-23 വർഷം കഴിഞ്ഞ് 23-24 വർഷവും നമ്മൾ കഴിഞ്ഞിരിക്കുന്നു, ശരിയാണ്. പക്ഷേ 22-23 വർഷത്തിൽ, 23 അവസാനിക്കുന്ന വർഷത്തിൽ കുടിശ്ശികയായി വന്നത് തുക എത്രയാണെന്നാണ് CAG ചൂണ്ടിക്കാണിക്കുന്നത്. 28,258.39 കോടി കുടിശ്ശിക പിരിച്ചെടുക്കാനുണ്ട് എന്നാണ് CAG ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇനി അതുമാത്രവുമല്ല, ഈ 28,258.39 കോടി എന്ന് പറയുന്നത് ആകെ ബജറ്റിൽ പ്രതീക്ഷിച്ചിരുന്ന റവന്യൂ വരുമാനത്തിൻ്റെ 24.3% വരുമെന്ന്, എന്ന് വെച്ചാൽ ഏകദേശം 1/4 വരുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഇത്രയും കുടിശ്ശിക എങ്ങനെ വന്നു? അതിനും CAG ഉത്തരം പറയുന്നുണ്ട്. തുടർന്ന് നോക്കിയാൽ മതി ആ റിപ്പോർട്ട്. അതായത് വേണ്ട സമയത്ത് ഓഡിറ്റിംഗ്, ഇൻറ്റേർണൽ ഓഡിറ്റിംഗ്, അതായത് സർക്കാർ സർവീസിൻ്റെ ഓരോ വകുപ്പിനെ പറ്റിയും ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടത്തി ആ വകുപ്പിന് നൽകിയ പണം കൃത്യമായി ചെലവഴിച്ചിട്ടുണ്ടോ, കാര്യക്ഷമമായി ചെലവഴിച്ചിട്ടുണ്ടോ എന്ന കണക്കുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് ഓരോ വകുപ്പിനും നടത്തേണ്ടത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ ആ ഓഡിറ്റിംഗ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. വകുപ്പ് മാറ്റി ചെലവഴിക്കൽ അവിടെ സ്ഥിരം തൊഴിലാണ്. അതുപോലെ തന്നെ കാര്യക്ഷമതയില്ലാതെ ചെലവഴിക്കുന്നു. ഈ വകുപ്പ് മാറ്റൽ എന്നൊക്കെ പറയുമ്പോൾ അത് എന്തു വലിയ കെടുകാര്യസ്ഥതയാണെന്നറിയാമോ? കാരണം അതായത് ഫിനാൻസ് വകുപ്പ് അറിയുന്നു പോലുമില്ല ഓരോ വകുപ്പിനും കൊടുക്കേണ്ട ഫണ്ട് എത്രയാണ്, ആവശ്യാധിഷ്ഠിതമായി അതുപോലെ ലഭ്യതയ്ക്കനുസരിച്ച് ഫണ്ട് കൊടുക്കേണ്ടതൊക്കെ ഫിനാൻസ് വകുപ്പ് അറിഞ്ഞാണ്. അപ്പോൾ ഫിനാൻസ് വകുപ്പ് അറിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വകമാറ്റൽ നടക്കില്ല. എങ്ങനെയാണ് വകമാറ്റാൻ സാധിക്കുന്നത്? ഫിനാൻസ് വകുപ്പ് പോലും അറിയാതെ ഏതോ അദൃശ്യ കരങ്ങൾ വകുപ്പുകളുടെ ഫണ്ടിൽ കൈയിടുന്നു. ആ അദൃശ്യ കരങ്ങളാണ് ഈ ഫണ്ട് എങ്ങോട്ട് മാറ്റണം എന്നൊക്കെ തീരുമാനിച്ച് ചെലവഴിക്കുന്നത്. അതുകൊണ്ടാണ് ഫിനാൻസ് വകുപ്പ് പോലും അറിയാതെ വകമാറ്റലും ഇങ്ങനെ ഇന്നെഫിഷ്യൻ്റായിട്ട് കാര്യക്ഷമതയോടുകൂടി അല്ലാതെയുള്ള ഫണ്ട് ചെലവഴിക്കലും ഒക്കെ നടത്തുന്നത്. അതുപോലെ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ കുടിശ്ശികയാകുന്ന എമൗണ്ടിൻ്റെ ആരുടെ അടുത്ത് നിന്നാണ് കുടിശ്ശികയാകുന്നത്, ആ കുടിശ്ശികക്കാരനെ നേരെ ഫോളോ അപ്പ് ചെയ്താൽ അയാളെ കൊണ്ട് ആ നികുതി അടപ്പിക്കാൻ ഒക്കും. അതുപോലെ നികുതിയേതര വരുമാനമാണെങ്കിലും ഇപ്പം ക്വാറി മേഖല അല്ലെങ്കിൽ ഏത് മേഖലയിൽ നിന്ന് കിട്ടേണ്ട വരുമാനവും വരുന്നില്ലേ, അവരെ ഫോളോ അപ്പ് ചെയ്യണം. അതിനുള്ള അതിനുള്ള കാര്യക്ഷമത ഗവൺമെൻറ് ജീവനക്കാർക്ക് ഇല്ലാത്തത് കൊണ്ടല്ല, ആ കാര്യക്ഷമത കാണിച്ചില്ലെങ്കിലും അത് പിരിച്ചില്ലെങ്കിലും എനിക്കൊരു ചുക്കും വരാനില്ല, എൻ്റെ ശമ്പളം എൻ്റെ പോക്കറ്റിൽ മാസാവസാനം എത്തിച്ചേരും എന്ന യഥാർത്ഥ ധാരണ, മിഥ്യാധാരണയല്ല, അവരുടെ മനസ്സിലുണ്ട്. ആ ധാരണ മിഥ്യാധാരണയായി തീരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്?
കാര്യക്ഷമതയ്ക്ക് ഇൻക്രിമെൻ്റ് ഉള്ളൂ എന്ന ഒരു സ്ഥിതിവിശേഷം ഉരുത്തിരിയണം. അങ്ങനെ വന്നാൽ മാത്രമേ ഈ പറയപ്പെട്ടവരൊക്കെ ജോലി ചെയ്യും. അപ്പോൾ ഈ കുടിശ്ശിക എന്ന് പറയുന്നത് ഇല്ലാതെയാകും. ഓരോ കുടിശ്ശികക്കാരെയും ഫോളോ അപ്പ് ചെയ്ത് എത്തേണ്ട തുക ഖജനാവിലെത്തും. ഖജനാവ് എപ്പോഴും നിറഞ്ഞു തന്നെ നിൽക്കും. അതിന് സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളവും മറ്റ് സംസ്ഥാനങ്ങൾ പോലെ തന്നെ. അപ്പോൾ അതിവിടെ നടക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേറെ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഈ 5 വർഷ ശമ്പള പരിഷ്കരണം എന്തായാലും ഉറപ്പാണ്. എങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിന് ജോലി ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് അവരെല്ലാവരും അവർ യൂണിയനൈസ് ചെയ്ത അങ്ങനെ തന്നെ ചിന്തിച്ചു പോകുന്നു എന്നാണ്. സാധാരണ രീതിയിൽ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. യൂണിയനുകൾ ഈ ക്ഷേമം മാത്രം, അവനവൻ്റെ ക്ഷേമം, അതായത് തൊഴിലാളികൾക്ക് പണം കിട്ടുന്നത്, അങ്ങനെയുള്ള ക്ഷേമകാര്യങ്ങൾ, അവരുടെ വിശ്രമം, ഇതൊക്കെ അന്വേഷിക്കും. പക്ഷേ കാര്യക്ഷമതയെപ്പറ്റി അവർക്ക് യാതൊരു അന്വേഷണവുമില്ല. അപ്പോൾ യൂണിയനുകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതൊരു യൂണിയനും ഒരു വശത്ത് കാര്യക്ഷമത, മറുവശത്ത് ക്ഷേമം, അതായിരിക്കണം യൂണിയൻ്റെ അജണ്ട. ഒരു വശത്ത് കാര്യക്ഷമത, അതായത് കാര്യക്ഷമതയോടുകൂടി തൊഴിൽ ചെയ്യുന്നവർക്ക് മാത്രമാണ് ആനുകൂല്യങ്ങൾ ചോദിക്കുവാനുള്ള അവസരവും അവകാശവും. ആ അവകാശങ്ങൾ, അതായത് ഉത്തരവാദിത്തമില്ലാതെ ഈ പറയപ്പെട്ട അവകാശങ്ങളില്ല. ആ നാണയത്തിൻ്റെ ഒരു വശം ഉത്തരവാദിത്തമാണ്, മറുവശമാണ് അവകാശങ്ങൾ. അപ്പോൾ ഉത്തരവാദിത്തം നിറവേറ്റാത്തവർക്ക് അവകാശങ്ങളില്ല. അങ്ങനെ അവകാശങ്ങൾ കാലാകാലങ്ങളിൽ അനുഭവിച്ച് ഉത്തരവാദിത്തങ്ങൾ ഒന്നും നിറവേറ്റിയില്ലെങ്കിലും ഞങ്ങളുടെ ശമ്പളം ഞങ്ങളുടെ പോക്കറ്റിൽ വരും. അത് എല്ലാ 5 വർഷം കൂടുമ്പോഴേക്കും ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ശമ്പള കമ്മീഷനെ വയ്ക്കും. ശമ്പള കമ്മീഷൻ നീതിയുക്തമായിട്ടല്ല, ഈ യൂണിയനുകൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ശമ്പള വർധനവ് നടത്തുന്നത്. ഓർമ്മയുണ്ടല്ലോ, 1997-98 ശമ്പള പരിഷ്കരണം കേന്ദ്രം കൊണ്ടുവന്നത് 5th പേ റിവിഷൻ. കേന്ദ്രത്തിൻ്റെ ആ 5ാം ശമ്പള കമ്മീഷനിൽ എത്രയായിരുന്നു വർധനവ്? 40% മുതൽ 60% വരെയാണ് ഒറ്റയടിക്ക് വർധനവ് കൊണ്ടുവന്നത്. ആ വർധനവോടുകൂടി ശമ്പള പരിഷ്കരണം കേന്ദ്രം നടപ്പാക്കി. അതേ തുടർന്ന് സംസ്ഥാനങ്ങളെല്ലാം അതേ ശമ്പള പരിഷ്കരണം നടപ്പാക്കി, കേരളം അടക്കം. അവസാനം എന്ത് സംഭവിച്ചു? 2002-2003 ഒക്കെ ആയപ്പോഴത്തേക്കും എല്ലാ സംസ്ഥാനങ്ങളും ഈ പറയപ്പെട്ടതുപോലെ ഫിസ്ക്കൽ ക്രൈസിസിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പം എന്തുകൊണ്ടാണ് ഈ ശമ്പള പരിഷ്കരണം എല്ലാ 5 വർഷവും എന്നുള്ളത്? പിന്നെ എഫിഷ്യൻസിക്ക് അനുസരിച്ച് ഇൻക്രിമെൻ്റ്, പ്രൊമോഷൻ ഈ തരത്തിലാക്കി മാറ്റണം. അമേരിക്കയിലും സ്കാൻഡിനേവിയൻ കൺട്രീസിലും ഒക്കെ തുടരുന്നത് പോലെയുള്ള ആ നോം അനുസരിച്ച് എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് അങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടല്ല. നമ്മുടെ സമ്പദ്ഘടന, സംസ്ഥാനം ഇപ്പോൾ വലിയ ഫിസ്ക്കൽ ക്രൈസിസിലാണ്, എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഈ പറയപ്പെട്ട സമസ്ത മേഖലകളിലും വലിയ പ്രതിസന്ധി ഉരുണ്ടുകൂടിയിരിക്കുകയാണ്. പ്രതിസന്ധി ഉരുണ്ടുകൂടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, 60+ പോപ്പുലേഷനാണ്. 60 കഴിഞ്ഞവർക്ക് കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് 6 മാസം കുടിശ്ശിക. അവർക്ക് അത് പച്ചക്കറി വില നമുക്കറിയാം അങ്ങേയറ്റം ഉയർന്നു നിൽക്കുകയാണ്. അങ്ങനെ ഭക്ഷ്യവില, പച്ചക്കറി വിലയല്ല ഭക്ഷ്യവില, അതിൻ്റെ കൂടെ പച്ചക്കറി ഉൾപ്പെടും. അപ്പോൾ അങ്ങനെ വില ഉയർന്നു നിൽക്കുന്നു. അവർക്ക് ഈ അരി റേഷൻ കടയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടും, ശരിയാണ്. പക്ഷേ അരി മാത്രമേ അവിടെ കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവർ പുറത്തുനിന്ന് വാങ്ങണം, അവരുടെ മരുന്ന് വാങ്ങണം, എല്ലാം ഉണ്ട്. അപ്പോൾ ഈ 60 കഴിഞ്ഞ വ്യക്തികൾക്ക് ഒക്കെ ഇതൊക്കെ വാങ്ങിച്ച് ഒരു സാധാരണ പൗരനെ പോലെ ജീവിക്കാൻ കഴിയണമെങ്കിൽ ആ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എങ്കിലും കിട്ടിയേ തീരൂ. അത് കിട്ടാൻ പറ്റാത്ത ഒരവസ്ഥ. അതുപോലെ തന്നെയാണ് മിസ്റ്റർ ജോർജ് കുരുവിള എന്നോട് പറഞ്ഞതുപോലെ നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ നോക്ക്. അതായത് പാവപ്പെട്ട രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് എന്താ പറയുക, കാരുണ്യ ആരോഗ്യ പദ്ധതി കൊണ്ടുവന്നത്. കാരുണ്യ ബെനവളൻ സ്കീം എന്നും പറഞ്ഞ് 2012 മാണി സാറ് ധനമന്ത്രിയായിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന ആ സ്കീമാണ്. ആ സ്കീം അനുസരിച്ച് 5 തരം രോഗികൾക്ക് കൊടുക്കാനാണ് കാരുണ്യ ആരോഗ്യ പദ്ധതിയായിട്ട് അത് പിന്നെ LDF ഗവൺമെൻറ് 2016 മാറ്റിയത്. അപ്പോൾ ഈ 5 തരം രോഗികൾക്ക് സ്വകാര്യ ആശുപത്രികൾ ഇതുമായിട്ട് സഹകരിച്ചവർക്ക് 1721 കോടി രൂപയാണ് കുടിശ്ശിക കൊടുക്കാനുള്ളത്. അങ്ങനെ കുടിശ്ശിക കൊടുക്കാനുള്ളതുകൊണ്ട് ആ ആശുപത്രികളൊക്കെ പിന്മാറിയിരിക്കുന്നു.
അപ്പോൾ ഈ പാവപ്പെട്ട രോഗികൾ മെഡിക്കൽ കോളേജിൽ ചെന്നാൽ അവിടെ ഒന്നുമില്ല. അവിടുത്തെ മെഡിക്കൽ സ്റ്റോറിൽ പോലും മരുന്ന് പൈസ കൊടുത്താൽ പോലും കിട്ടാത്ത അവസ്ഥയാണ്. കാരണം മെഡിക്കൽ സ്റ്റോറിലേക്ക് മരുന്ന് സപ്ലൈ ചെയ്യുന്നവർക്ക് കുടിശ്ശിക കണ്ടമാനം കിടക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ സപ്ലൈകോയുടെ അവസ്ഥ എന്താണെന്ന്. നമുക്കറിയാം ഉച്ചകഞ്ഞി കൊടുക്കാൻ, കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കണമെങ്കിൽ പ്രഥമാധ്യാപകരുടെ പോക്കറ്റിൽ നിന്ന് പണം എടുക്കണം. ഈ തരത്തിൽ, അതായത് ട്രൈബൽ ഫണ്ട് വകമാറ്റുന്നതല്ല, മോഷ്ടിക്കുന്ന ഉദ്യോഗസ്ഥർ ഒരു വശത്ത്, കള്ള ഒപ്പിട്ടൊക്കെ വാങ്ങി മോഷ്ടിക്കുന്ന ഉദ്യോഗസ്ഥർ ഒരു വശത്ത്, മറുവശത്ത് അവരുടെ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് പോലും മുടങ്ങിയതുകൊണ്ട് ക്ലാസ്സിൽ പോകാൻ നിവൃത്തിയില്ലാതിരിക്കുന്നു കുട്ടികൾ. അങ്ങനെ ഞാൻ എണ്ണി പറഞ്ഞാൽ, അതായത് സമസ്ത മേഖലകളും സ്തംഭനത്തിലായിരിക്കുന്ന ഒരവസ്ഥ. കോവിഡ് കാലത്ത് കോവിഡ് മൂലം സ്തംഭനത്തിലായി, ഇപ്പോൾ ധനപ്രതിസന്ധി മൂലം സ്തംഭനത്തിലായിരിക്കുന്ന ഒരവസ്ഥ. ഈ അവസരത്തിലും ഞങ്ങളുടെ ശമ്പളം പരിഷ്കരിക്കണമെന്ന് പറയാനുള്ള ഉളുപ്പ് യൂണിയനുകൾ കാണിക്കുന്നു എന്നുള്ളത് തന്നെ, അതായത് ഞാനും പറഞ്ഞല്ലോ, ഞാനും അതിൻ്റെ ഒരു ഗുണഭോക്താവാകുന്നു. ശമ്പള പരിഷ്കരണം വന്നാൽ പെൻഷൻ പരിഷ്കരണം വരുമെന്നുള്ളതുകൊണ്ട്. പക്ഷേ എനിക്ക് അത് പറയാൻ പറ്റില്ല, ചോദിക്കാൻ പറ്റില്ല. ഞാൻ പറയുകയാണ്, ശക്തിയുക്തം വാദിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ആർഗ്യുമെൻറ്റുമായി ഞങ്ങളുടെ ശമ്പള പരിഷ്കരണം എന്ന് പറഞ്ഞ് മുൻപോട്ട് ചെല്ലുന്നത് തന്നെ ലജ്ജാകരമാണ്. ജനങ്ങളുടെ മുഖത്ത് എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട യൂണിയൻകാരെ നോക്കാൻ പറ്റുന്നത്, നിങ്ങൾ ഏത് യൂണിയനിൽ പെട്ടവരാണെങ്കിലും? കാരണം നിങ്ങൾ ചുറ്റുവട്ടത്തുള്ളവരുടെ സങ്കടം കാണാതെ അവരെ സേവിക്കാനാണ്, പൊതുജനങ്ങളെ സേവിക്കാനാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരും ഒക്കെ ഉള്ളത് എന്ന് മനസ്സിലാക്കാതെ അവരുടെ യജമാനന്മാരായി ഇരുന്നു കൊണ്ട് അവർ നൽകുന്ന നികുതിപ്പണം എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു കാര്യം ഓർക്കുക. നിങ്ങളുടെ ശമ്പളത്തിൻ്റെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് നിത്യോപയോഗ സാധനങ്ങൾക്കും മറ്റെല്ലാറ്റിനുമായി ചെലവഴിക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ ഭാഗത്തിന് അതിൽ നിന്ന് മാത്രമേ നികുതി കൊടുക്കുന്നുള്ളൂ. മറിച്ച് നിങ്ങൾ ഇൻകം ടാക്സ് കൊടുക്കുന്നവരായിരിക്കും, അത് ഞാൻ സമ്മതിക്കുന്നു. അതേ സമയത്ത് ഈ പാവപ്പെട്ടവർ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള 3 കോടി ജനങ്ങൾ, 3,54,00,000 ഈ 4-5 ലക്ഷം കഴിഞ്ഞാൽ ബാക്കി മനുഷ്യരെല്ലാം സാധാരണ ഇൻകംകാരാണ്. ആ സാധാരണ ഇൻകംകാരൊക്കെ അവരുടെ കയ്യിൽ കിട്ടുന്ന പണം മുഴുവനും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അതിൽ മുഴുവൻ അവർ നികുതി കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള നികുതിപ്പണം എടുത്താണ് നമ്മളെ ഗവൺമെൻറ് ഊട്ടുന്നത്, നമ്മളെ ഗവൺമെൻറ് 5 വർഷ ശമ്പള പരിഷ്കരണം നടത്തി മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ആ ചിന്തയോടുകൂടി വിനയാന്വിതരായിട്ടൊന്ന് ചിന്തിക്കണം. ഇപ്പോൾ നമ്മൾ ശമ്പള പരിഷ്കരണം ചോദിക്കാമോ? കോവിഡ് കഴിഞ്ഞ സമയത്ത് ശമ്പള പരിഷ്കരണം നടത്തിയതിൻ്റെ ആഘാതത്തിലാണ് ഈ ഗവൺമെൻറ് ഇത്ര കടുത്ത ധനപ്രതിസന്ധിയിലേക്ക് പോയത്. അതുപോലെ വീണ്ടും ഒരു ശമ്പള പരിഷ്കരണം ഇപ്പോൾ നടത്തുകയാണെങ്കിൽ കേരളം കടക്കണിയിൽ ചെന്ന് എത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യൂണിയൻകാരെ, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഒരു കാരണവശാലും ഒരു ശമ്പള പരിഷ്കരണം എന്ന ഡിമാൻഡുമായി ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകരുത്. അങ്ങനെ പോകരുത് എന്ന് ഞാൻ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നും കൂടി നിങ്ങൾ യുക്തിസഹമായി ഒന്ന് കേട്ട് വിലയിരുത്തുക. അതായത് ശമ്പള പരിഷ്കരണം നടത്തുകയാണെങ്കിൽ കുടിശ്ശിക നീണ്ടു കിടക്കും 3-4 വർഷങ്ങളിലേക്ക്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക ഇതുവരെ തന്നു തീർന്നിട്ടില്ല. ഈ കുടിശ്ശിക തീരാത്തത് കൊണ്ട് എന്താ സംഭവിക്കുന്നത് എന്നറിയാമോ? നിയമപരമായി നമുക്ക് GSDPയുടെ 3% കടമെടുക്കാം. ആ കടമെടുക്കുന്നതിൻ്റെ വലിയ ഒരു ഭാഗം അത് മൂലധന നിക്ഷേപത്തിന് വേണ്ടിയാണ് കടമെടുക്കുന്നത്. ധനതത്വശാസ്ത്രം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. മൂലധന ചെലവിന് വേണ്ടിയാണ് കടമെടുക്കേണ്ടത്. പക്ഷേ കേരളത്തിൽ കടമെടുക്കുന്നതിൻ്റെ 82% വരെ ശമ്പളം, പെൻഷൻ, പലിശ ഇത് 3ഉം കൊടുക്കാൻ ചെലവഴിക്കേണ്ടി വന്ന വർഷങ്ങളുണ്ട്. ഏറ്റവും കുറവ്, അതായത് കടമെടുക്കുന്നതിൽ നിന്ന് 38% എടുത്ത വർഷങ്ങളാണ് ഏറ്റവും കുറവെടുത്ത വർഷങ്ങൾ. അപ്പം 38% മുതൽ 82% വരെ പോകുന്നത് എങ്ങോട്ടാണ്? കടമെടുത്താൽ മൂലധന നിക്ഷേപത്തിലേക്കല്ല പോകുന്നത്, ശമ്പളം, പെൻഷൻ, പലിശ ഇവ കൊടുക്കുന്നതിലേക്കാണ്. അതുകൊണ്ടാണ് കേരളം കടമെടുക്കുന്നു, വീണ്ടും കടമെടുക്കുന്നു, അങ്ങനെ കടക്കണിയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ എന്താണ് സാധ്യത? ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കലാക്കുക. മറ്റ് സംസ്ഥാനങ്ങൾ അങ്ങനെയാണല്ലോ, കേന്ദ്രവും അങ്ങനെ ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കലാക്കുമ്പോൾ നമ്മുടെ ഈ ശമ്പള കുടിശ്ശിക, അതായത് കൊടുക്കാനുള്ള കുടിശ്ശികയെല്ലാം ഒരു 4-5 വർഷങ്ങൾ കൊണ്ട് കൊടുത്തു തീരും.
കൊടുത്തു തീർന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള വർഷങ്ങളുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് കടമെടുക്കുന്ന പണം 100% മൂലധന നിക്ഷേപത്തിന് വേണ്ടി ചെലവഴിക്കാം. കടമെടുക്കുന്ന പണം ഒരു പൈസ പോലും ശമ്പളവും പെൻഷനും ഒന്നും കൊടുക്കാൻ പിന്നെ മാറ്റി വെക്കേണ്ടി വരില്ല. അത് പൂർണ്ണമായിട്ടും മൂലധന നിക്ഷേപത്തിന്, അതായത് മൂലധന നിക്ഷേപം എന്ന് പറയുമ്പോൾ ഏത് തരം നിക്ഷേപമാണ്? നമ്മുടെ റോഡുകൾ, നമ്മുടെ അതുപോലെയുള്ള എന്താ പറയുക, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ സാമൂഹ്യ അടിസ്ഥാന സൗകര്യങ്ങൾ. എന്താണ് സാമൂഹ്യ അടിസ്ഥാന സൗകര്യങ്ങൾ? വിദ്യാഭ്യാസ മേഖലയിൽ വേണ്ടത്, അതുപോലെ ആരോഗ്യ മേഖലയിൽ വേണ്ടത്. നമ്മുടെ ആരോഗ്യ മേഖലയൊക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ഇപ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഹെൽത്ത് സെന്ററിന്റെ കാര്യം തന്നെ ഓർക്കുക. ഞാൻ താമസിക്കുന്ന ഈ മണ്ണന്തല ഒരു ഹെൽത്ത് സെന്റർ, ആ ഹെൽത്ത് സെന്ററിൽ ഒരാവശ്യത്തിന് വേണ്ടി ഞാൻ ചെന്നപ്പോൾ കണ്ടത് എല്ലാ പൊളിഞ്ഞ് നാശമായ കസേരകൾ. അവിടെ വരുന്നവർക്ക് ഇരിക്കാൻ ഒരു കസേര പോലുമില്ല. എത്ര ഡയലാപ്പിഡേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നറിയാമോ ആ ഹെൽത്ത് സെന്ററിലുള്ളത്. അങ്ങനെ അത് തിരുവനന്തപുരം സിറ്റിയിലാണെന്ന് ഓർക്കണം. അങ്ങനെയാണ് എങ്കിലും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഹെൽത്ത് സെന്ററുകളിലും മറ്റുള്ള സൗകര്യങ്ങൾ, ആരോഗ്യ മേഖലകളിലൊക്കെ എന്തായിരിക്കും അവസ്ഥ? മാനന്തവാടിയിൽ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉണ്ട്. നിങ്ങൾ ഒന്ന് പോയി അന്വേഷിക്കണം, അതിനെ ഒരു മെഡിക്കൽ കോളേജ് എന്ന് പേരിട്ട് വിളിക്കാമോ എന്നൊന്ന് അന്വേഷിക്കണം. എന്ത് സൗകര്യമാണ് അവിടെ കിട്ടുന്നത്? അങ്ങനെയാണ് അത്. മാനന്തവാടി മെഡിക്കൽ കോളേജ് എനിക്ക് നേരിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെയാണ് മറ്റു ജില്ലകളിലൊക്കെയുള്ള മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ, താലൂക്ക് ആശുപത്രികളുടെ അവസ്ഥ. അങ്ങനെ സമസ്ത മേഖലകളും വീണടിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ വീണടിഞ്ഞു കിടക്കുന്ന ഒരു സംസ്ഥാനത്തിലാണ് നമ്മുടെ സൗകര്യാർത്ഥം ഞങ്ങളുടെ ശമ്പള പരിഷ്കരണം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മുറവിളി കൂട്ടുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെല്ലാം മനുഷ്യരാണ്. നമ്മൾക്ക് മനുഷ്യത്വപൂർവ്വം ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയണം. അതുകൊണ്ട് എൻ്റെ റിക്വസ്റ്റാണ്, നിങ്ങൾ ഈ ശമ്പള പരിഷ്കരണം ഇപ്പോൾ നടത്തണമെന്ന് പറയാതെ 5 വർഷവും കൂടി കഴിഞ്ഞിട്ട് മതി ശമ്പള പരിഷ്കരണം എന്ന് പറയുക. അത് മാത്രവുമല്ല, അഭിജിത്ത് ബാനർജി ചലഞ്ച് ചെയ്തതുപോലെ നാം ഒരു തീരുമാനം എടുക്കണം. എഫിഷ്യൻസി പ്രൊമോട്ട് ചെയ്യും. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി പഠിക്കും. അതിനുള്ള ടെക്നോളജി ഞാൻ പുറകിലാണ് എങ്കിൽ ഞാൻ ആ ടെക്നോളജിക്ക് വേണ്ട ട്രെയിനിങ് അണ്ടർഗോ ചെയ്യും. ഗവൺമെൻറ്റിനെ കൊണ്ട് ആ ട്രെയിനിങ് നടത്തിപ്പിക്കും. ആ ട്രെയിനിങ് അണ്ടർഗോ ചെയ്യും. അങ്ങനെ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ട്, സാങ്കേതിക മികവുള്ള തൊഴിലാളികളായിട്ട് ഞങ്ങളെ 100% പേരും വർക്ക് ചെയ്യും. അങ്ങനെ എഫിഷ്യൻസി, ഗവൺമെൻറ്റിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കും. കുടിശ്ശികയൊന്നുമില്ലാത്ത നിറഞ്ഞിരിക്കുന്ന ഒരു ഖജനാവ് ഞങ്ങൾ സൃഷ്ടിക്കും. എല്ലാ മേഖലകളിലും എഫിഷ്യൻസിയെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുമെന്ന് വാഗ്ദാനം എടുത്തുകൊണ്ട് ഈ ശമ്പള പരിഷ്കരണ റിക്വസ്റ്റിൽ നിന്ന് പതുക്കെ പിന്മാറണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യൂണിയൻകാരെ, എനിക്ക് നിങ്ങളോടെല്ലാം ആദരവും സ്നേഹവുമാണ്. അങ്ങനെ നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്.